ബഹുമാന്യ സദസ്സിന് സാദരം വന്ദനം. സ്നേഹബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ മാതാപിതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയ കൂട്ടുകാരെ, ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയുടെ സ്വർഗ്ഗാരോപണത്തിൻ്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെയും 1000 മംഗളങ്ങൾ ഏവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. വില്യം വേഴ്സ്വർത്ത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, കറപുരണ്ട മനുഷ്യപ്രകൃതിയുടെ ഏക അഭിമാനമെന്ന്. അതെ, പാപക്കറ തെല്ലുമേശാതെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് പൂർണ്ണമായി സഹകരിച്ചവളാണ് നമ്മുടെ അമ്മ. കാലിത്തൊഴുത്തു മുതൽ കാൽവരിയിലെ നിശബ്ദ സഹന നിമിഷങ്ങളിലും ദൈവഹിതം മാത്രമായിരുന്നു പരിശുദ്ധ അമ്മയുടെ മുന്നിലെ ഏക ആലംബം. ആ അമ്മയുടെ പരിപൂർണ സമർപ്പണത്തിന് മുൻപിൽ സ്വർഗം കയ്യൊപ്പ് ചാർത്തിയ നിമിഷങ്ങളായിരുന്നു മാതാവിൻ്റെ സ്വർഗ്ഗാരോപണം. ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവൾ മാലാഖമാരുടെ രാജ്ഞിയായി വിരാജിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയായി, നമ്മുടെ ജീവിതത്തോട് ചേർന്നിരിക്കാൻ കൊതിക്കുന്ന വാത്സല്യമായി അമ്മ ഇന്ന് വിളങ്ങുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് നമുക്കും ചേർന്ന് നിൽക്കാം. വിശുദ്ധിയുടെ നീലക്കാപ്പയാൽ പാപബന്ധനങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മ നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. സ്വർഗ്ഗാരോഹണ തിരുനാളിനോടൊപ്പം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഓർമ്മകളും ഇരട്ടി മധുരമായി ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്ര രാജ്യമായി തീർന്നു. നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത ധീരസേനാനികളെ പ്രത്യേകമായി നമുക്ക് ഓർക്കാം. നിസ്സഹകരണ പ്രസ്ഥാനത്തിനും ദണ്ഡിയാത്രയ്ക്കുമെല്ലാം നേതൃത്വം നൽകിയ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതികൾ നമുക്ക് അന്യമല്ല. ജവഹർലാൽ നെഹ്റു, ആനി ബസന്റ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, KP കേശവമേനോൻ, സുഭാഷ് ചന്ദ്രബോസ്, ഇങ്ങനെ നീളുന്ന പട്ടികൾ നിരവധിയാണ്. പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ മാതൃരാജ്യത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി നമുക്ക് അക്ഷീണം പരിശ്രമിക്കാം. ജാതി മത വർണ്ണങ്ങൾക്കതീതമായി സ്നേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം നമുക്കിവിടെ പണിതുയർത്താം. എല്ലാവിധ നന്മകളും ഏവർക്കും ആശംസിക്കുന്നു.